ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അലക്കിയതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മടക്കി വെക്കാമെന്ന് കരുതിട്ടോ. അപ്പം മടക്കി വെക്കാൻ പോവുകയാണേ. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് അലക്കാൻ, ഒരുപാടായിട്ടുണ്ടായിരുന്നേ. അപ്പം അതൊക്കെ എടുത്തു. ഇപ്പം മിഷ്യൻ മേടിച്ചത് കൊണ്ട് തന്നെ അലക്കാൻ വലിയ പാടില്ല കേട്ടോ. ഒരുപാടുണ്ടായാലും മിഷ്യനിലിട്ടാൽ ആയല്ലോ. അതുകൊണ്ട് പിന്നെ നല്ല ചെളിയിലെ സാധനങ്ങളൊക്കെ കല്ലിൽ തന്നെയാണ് കേട്ടോ ഞാൻ അലക്കാറ്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് മടക്കി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഓരോരാളത്തായിട്ട് ഇങ്ങനെ എടുത്തിട്ട് മടക്കി വെക്കുകയാണ്. മടക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇനി അതെല്ലാം എടുത്തിട്ട് അതാത് സ്ഥാനത്ത് കൊണ്ടുവെക്കണം കേട്ടോ. ഓരോരോ അലമാരയിലായിട്ട് എടുത്ത് കൊണ്ടുവെക്കണം കേട്ടോ. അപ്പം മടക്കി എടുത്തിട്ട് വെക്കുകയാണ് കേട്ടോ. നാളെ വാർപ്പാണ് കേട്ടോ. വീടിൻ്റെ വാർപ്പുണ്ട്, അതുകൊണ്ട് എല്ലാ പണിയും ഇങ്ങനെ ഒരുക്കി വെച്ചാൽ നാളത്തേക്ക് വലിയതുണ്ടാവില്ല. പക്ഷെ നാളത്തെ അലക്കാനിലൊക്കെ നാളെ തന്നെ ഉണ്ടാവും കേട്ടോ അലക്കാൻ. പിന്നെ ഇതൊക്കെ മടക്കി എടുത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഓരോരോ സ്ഥാനത്ത് എടുത്ത് വെച്ചിട്ട് അലക്കുകയാണ്. അലക്കിയത് മടക്കി വെക്കുകയാണ് കേട്ടോ. അച്ഛൻ്റെതായാലും അമ്മേൻ്റെതായാലും എല്ലാ കുട്ടികളുടേതായാലും ഞങ്ങൾ രണ്ടുപേരുടേതായാലും എല്ലാം എടുത്തിട്ട് ഓരോരോ സ്ഥലത്തായിട്ട് എടുത്ത് മടക്കി വെക്കും കേട്ടോ. ഇങ്ങനെ തുണി ഇങ്ങനെ എടുത്തിട്ട് ഓരോന്നും ഇങ്ങനെ ഇടുന്ന പരിപാടി ഇല്ല കേട്ടോ ഇവിടെ. അതിങ്ങനെ എല്ലാം മടക്കിയെടുത്ത് വെച്ചാൽ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പം മടക്കിയെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്ക് ചെമ്മീനായിരുന്നേ. ഉച്ചക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വലിയ ചെമ്മീനായിരുന്നു കിട്ടിയത്. അപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പൊരിച്ചാലൊന്നും ആർക്കും തികയില്ല. അതുകൊണ്ട് ഞാൻ കറിയാക്കിയേ. അത് കഴിഞ്ഞിട്ട് കറിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേനും പിന്നെ കുറച്ച് ചെറിയ ചെമ്മീനും കൂടെ കിട്ടി കേട്ടോ. അപ്പോൾ ചെറിയ ചെമ്മീൻ ഞാൻ മുറിക്കാൻ വേണ്ട വിചാരിച്ചിട്ട് ഉച്ചക്കേക്ക് മറ്റേ കറി ചെമ്മീൻ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അതുകൊണ്ട് ഒപ്പിച്ചേ. അപ്പം ഇനിയിപ്പം ചെറിയ ചെമ്മീൻ ഉണ്ട് കേട്ടോ. അത് ഞാനിനി മുറിക്കണം. അതിന് മുന്നേ പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. ചോറുണ്ടൊക്കെ പാത്രങ്ങളൊക്കെ അതൊക്കെ കഴുകി കൈയോടെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതാ ചെമ്മീൻ, ചെറിയ ചെമ്മീനാണ് കേട്ടോ. ചെറിയ പൊട്ടി ചെമ്മീനല്ല, എന്നാലും എന്നാൽ വലിയ ചെമ്മീനുമല്ല, അങ്ങനത്തെ ഒരു സൈസായിരുന്നു കേട്ടോ. കുറച്ച് പണിപ്പെട്ടു നുള്ളിയെടുക്കാൻ. എന്നാലും വേണ്ടിയില്ല, നല്ല കറിയാവുമല്ലോ എന്ന് കരുതി. എന്നിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ചെമ്മീൻ കറി ഓൾറെഡി അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് കറി വെക്കാൻ കഴിയില്ല, പൊരിക്കാമെന്ന് വിചാരിച്ചേ. ഞാൻ ഇതാണ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കറി വെച്ചിട്ട് അത് പൊരിക്കട്ടെ കേട്ടോ. ഓരോന്നെങ്കിലും എടുക്കാനുണ്ടാകട്ടേല്ലോ. എന്താ വെച്ചാൽ കറി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പൊരിച്ചതിന് വലിയ ഇതുണ്ടാവില്ല കേട്ടോ. ചെമ്മീൻ കറി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിക്കാണ്. ഇതിപ്പം അതിന് ശേഷം കിട്ടിയത് കൊണ്ട് കുറച്ച് ഇതായിട്ടോ. അപ്പോൾ ചെറിയ ചെമ്മീനാണ്, എന്നാൽ കറി വെക്കേണ്ട ചെമ്മീനാണ് ശരിക്കും അത്. ഞാൻ പൊരിക്കാമെന്ന് വിചാരിച്ചു, എന്ന് വെച്ചാൽ കറി വെച്ചിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ ഉള്ളിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ആകുമ്പോഴത്തേനും കഴുകി എടുക്കുകയാണ് കേട്ടോ. കഴുകിയെല്ലാം എടുത്ത് അത് കഴിഞ്ഞിട്ട് ഇനി മസാല പുരട്ടി വെക്കണം കേട്ടോ.
പുറത്ത് പൈപ്പിൽ വന്നിട്ടാണ് കേട്ടോ ഞാൻ കഴുകിയത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ വലിയ പാത്രമായതുകൊണ്ട് കുറച്ചേ ഉള്ളേ, അതുകൊണ്ട് ഉള്ളിയെല്ലാം എടുക്കുമ്പോഴത്തേനും കുറച്ചേ ഉള്ളൂ. അപ്പം ഞാൻ ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതെല്ലാം പുരട്ടിയിട്ട് അതിൽ തന്നെ വെക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. രാത്രിയേ പൊരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ രാത്രിയേക്കും വരെ അവിടെ നിൽക്കുമല്ലോ, ആ കുഞ്ഞു പാത്രത്തിലാക്കി അവിടെ അടച്ച് വെച്ചാൽ മതിയല്ലോ വിചാരിച്ചിട്ടാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കും കേട്ടോ. പൊരിക്കാൻ നേരം കുറച്ച് മുന്നേ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടാണ് പൊരിക്കുകയാണ് കേട്ടോ. ഇതാ പുരട്ടി വെച്ചിട്ടുണ്ടേ. പുരട്ടി അതെടുത്ത് വെക്കുകയാണ് കേട്ടോ. അടച്ചൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ കയ്യോടെ ഉണ്ടായിരുന്ന ആ പാത്രം അല്ലേ, മീൻ പുരട്ടിയ പാത്രം, അതൊക്കെ കയ്യോടെ കഴുകി വെക്കുകയാണ് കേട്ടോ. എന്നാൽ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.